അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് ബേസിസ് ആണ്. അതായത് നമുക്കറിയാം ബേസിസ് എന്താണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് എസ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് വിയുടെ സബ്സെറ്റ് ആണ് എങ്കിൽ നമ്മൾ എപ്പോഴാണ് ബേസിസ് ആണ് എന്ന് പറയാം, വിയുടെ ബേസിസ് ആണ് എസ് എന്ന് എപ്പോഴാണെന്ന് പറയാമെന്ന് വെച്ചാൽ എപ്പോഴായിരുന്നു? അതായത് സ്പാനസ് ഇസ് ഈക്വൽ ടു വി ആവുകയും, അതായത് വിയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും എസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകയും പോരാത്തതിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയും, എസിലെ എലമെൻറ്റുകളൊക്കെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കാറ്. പിന്നെ ബേസിസ് ആയാൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, വിയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും എന്താണ് എസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് യുണീക്കായിട്ടാണ് എഴുതാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് വെക്റ്റർ എന്ന് പറയുന്ന ഐഡിയ അതിൽ നിന്നാണ് ഉണ്ടായത്. അതായത് വിയിലുള്ള ഒരു എലമെൻ്റാണ് സ്മോൾ വി എന്നുണ്ടെങ്കിൽ C1 V1 + C2 V2 + എക്സെട്ര CN VN എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എഴുതാം. അതായത് എസ്സിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അതിൽ ആ വെക്റ്റേഴ്സിൻ്റെ കോയിഫിഷ്യൻ്റ് അതിനെയാണ്, അല്ലെങ്കിൽ ആ സ്കേലാറുകളെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് വി റിലേറ്റീവ് ടു എക്സ്, കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് വി റിലേറ്റീവ് ടു എസ് എന്നാണ് നമ്മൾ ആ വി എസിനെ നമ്മൾ എന്ത് ചെയ്യുക? വിളിക്കുക. നമുക്ക് ആ വി എസിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ഒരു മെട്രിക്സ് ആയിട്ട്, അതായത് ഒരു കോളം മെട്രിക്സ് ആയിട്ട്. അതായത് വെക്റ്ററിനെ നമ്മൾ ഇങ്ങനെ കോമട്ട് റോ ആയിട്ടല്ലാണ്ട് നമുക്കതൊരു കോളം മെട്രിക്സ് ആയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പം ഇതുപോലെ എഴുതാൻ പറ്റും. C1 C2 C3 എക്സെട്ര CN എന്ന് പറയുന്നൊരു കോളം മെട്രിക്സ് ആയിട്ട് അതിന് എഴുതാൻ പറ്റും. അതിനെ നമ്മളപ്പം എന്താണ് വിളിക്കുക? കോർഡിനേറ്റ് വെക്റ്റർ റിലേറ്റീവ് ടു എസ്. എസ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് വെക്റ്റർ ആണ്, എസ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് വി റിലേറ്റീവ് ടു എസ് അഥവാ VS, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു കോളം വെക്റ്ററായിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിലവിൽ ഒരു വെക്റ്റർ സ്പേസിന് ഒരു ബേസിസ് ഉണ്ടാവും. ആ ബേസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ആ ബേസിസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ദ ചേഞ്ച് ഓഫ് ബേസിസ് പ്രോബ്ലം. ബേസിസ് ചേഞ്ച് ചെയ്യുക അതെങ്ങനെയാണ് എന്നാണ്. ഇഫ് വി ഈസ് എ വെക്റ്റർ ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ ഒരു എലമെൻ്റാണ്, ഒരു വെക്റ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് വി ചേഞ്ച് ദ ബേസിസ് ഫോർ വി, നമ്മൾ എന്ത് ചെയ്യാണ്? ആ വിയുടെ ബേസിസ് ചേഞ്ച് ചെയ്യാണ്. ഓൾറെഡി അതിൻ്റെ ബേസിസ് B1 ആണ്. അതിനെ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു ബേസിസിലേക്ക് എന്ത് ചെയ്യാണ്? മാറ്റുകയാണ്. അതായത് വിയുടെ B1 എന്ന ബേസിസിനെ നമ്മൾ ബി എന്ന് പറയുന്ന ബേസിസിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് വെക്റ്റേഴ്സ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ബേസിസ് ആകുമ്പോൾ എസ് വിയുടെ ബേസിസ് ആകുമ്പം അതിൻ്റെ കോർഡിനേറ്റ് വെക്റ്റേഴ്സാണ് നമ്മൾ C1 C2 C3 എക്സെട്ര CN എന്ന് പറഞ്ഞത്. അതുപോലെ B1 വിയുടെ ബേസിസ് ആകുമ്പോഴുള്ള ഒരു കോർഡിനേറ്റ് വെക്റ്റർ ഉണ്ടാവും. അതുപോലെ പുതിയൊരു ബേസിസ് ബി എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആകുമ്പോഴുള്ള കോർഡിനേറ്റ് വെക്റ്റർ ഉണ്ടാവും. അത് തമ്മിൽ എന്ത് തരത്തിലുള്ള റിലേഷനാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് പഴയ കോർഡിനേറ്റ് വെക്റ്റർ റിലേറ്റീവ് ടു കോർഡിനേറ്റ് വെക്റ്റർ വി റിലേറ്റീവ് ടു B1, അതുപോലെ കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് വി റിലേറ്റീവ് ടു ബി, ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ റിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ പഴയ B1 എന്നുള്ളതിൽ നിന്ന് ബിയിലേക്കുള്ള ചേഞ്ചാണ്. ബേസിസ് B1 ഉള്ളത് ബിയിലേക്കുള്ള ചേഞ്ചാണ്. അപ്പോൾ B1നെ നമ്മൾ ഓൾഡ് ബേസിസ് എന്നും ബിനെ നമ്മൾ ന്യൂ ബേസിസ് എന്നുമാണ് എന്ത് ചെയ്യണത്? വിളിക്കുന്നത്. പിന്നെ ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ തൽക്കാലം
2 ഡയമെൻഷനിലായിട്ടാണ്, 2 ഡയമെൻഷൻ സ്പേസിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. 2 ഡയമെൻഷൻ സ്പേസിൽ ഇതെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അത് എന്തുണ്ടാവുക, n ഡയമെൻഷൻ സ്പേസിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തൽക്കാലം 2 ഡയമെൻഷൻ സ്പേസ് വെച്ചിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ B1 എന്ന് പറയുന്ന ബേസിസിലെ എലമെൻറ്റുകൾ U1 U2ഉം ബി എന്ന് പറയുന്ന പുതിയ ബേസിസിലെ എലമെൻറ്റുകൾ V1 V2 ആണ്. അതായത് വെക്റ്റേഴ്സ് V1 V2 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, നമുക്ക് കോർഡിനേറ്റ് വെക്റ്റർ ഫോർ ദ ഓൾഡ് ബേസിസ് റിലേറ്റഡ് ടു ന്യൂ ബേസിസ്. ഇതിലേതാ ബി ആണ് ന്യൂ ബേസിസ്. അതിൽ ഓൾഡ് ബേസിസിൻ്റെ കോർഡിനേറ്റ് വെക്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് U1 കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് U1 റിലേറ്റീവ് ടു ബി, അത് AB ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് അതുപോലെ തന്നെ കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് U2 റിലേറ്റീവ് ടു ബി എന്താണെന്ന് CD ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോർഡിനേറ്റ് വെക്റ്റർ റിലേറ്റീവ് ടു എസിനെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൻ്റെ കാരണം എന്താ നോക്കിയേ, നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് എന്ത്, കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് വി റിലേറ്റീവ് ടു എസിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, കോളം വെക്റ്റർ C1 C2 C3 എക്സെട്ര Cn. അതായത് ഇതെന്താ സംഗതി ശരിക്കും, ആ സംഗതി എന്ന് പറഞ്ഞാൽ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന എന്താണ്, ലീനിയർ കോമ്പിനേഷൻ അല്ലേ. അതായത് വി എന്ന് പറയുന്ന വെക്ടറിലെ എലമെൻറ്റുകളും ഈ C1 C2 C3 എക്സെട്ര Cn എന്ന് പറഞ്ഞ സ്കേലാറുകളും ആയിട്ടുള്ള, അതായത് എസ്സിലുള്ള എലമെൻറ്റുകളും C1 C2 C3 എക്സെട്ര Cn എന്ന് പറയുന്ന സ്കേലാറുകളുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ ആരെ എഴുതുന്നു, വിനെ എന്ത് ചെയ്യാണ്, എഴുതുകയല്ലേ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ആരെ അപ്പം എങ്ങനെ എഴുതുക, U1നെ ഈ AB എന്ന് പറയുന്ന സ്കേലാറുകളുടെയും ബിയിലുള്ള വെക്ടറുകളുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകയാണ്. AB എന്ന് പറയുന്ന സ്കേലാറ് പോരാത്തതിന് ബി എന്ന് പറയുന്ന അതിലെ വെക്ടറുകൾ ആരൊക്കെയാണ്, V1ഉം V2ഉം. V1നും V2നും എൻ്റെയും ബിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയാൽ എന്താ സംഭവിക്കുക, U1 = A V1 പ്ലസ് B V2. അതുപോലെ തന്നെയല്ലേ ഇത് കോർഡിനേറ്റ് വെക്ടർ U2 റിലേറ്റീവ് ടു ബി എന്ന് പറയുന്നത് = CD ആണെങ്കിൽ നമുക്ക് CD എന്ന് പറയുന്ന സ്കേലാറുകളെ എന്ത് ചെയ്യാം, ബിയിലുള്ള വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം അല്ലേ. അതായത് CV1 പ്ലസ് DV2 ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്കേലാർ ആൻഡ് വെക്ടേഴ്സ് ഇൻ ബി = എന്താണ്, U2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അത് നമ്മൾ എന്തിന് ഡെഫിനിഷനാണ്, കോർഡിനേറ്റ് വെക്ടർ വി റിലേറ്റീവ് ടു എസ്സിൽ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ് ഇതും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു കാര്യം അസ്യൂം ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ വി എന്ന് പറയുന്നത് എനി വെക്ടർ ഇൻ വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയിലെ എനി വെക്ടറാണ്. വി കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1 എന്ന് പറയുന്നത് K1 K2 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1 = K1 K2 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊട്ട് മുന്നേ എഴുതിയ പോലെ നമുക്ക് എഴുതാം K1 K2 എന്ന് പറയുന്ന സ്കേലാറുകളുടെയും B1ലുള്ള U1 U2 എന്ന് പറയുന്ന വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് ആരെഴുതാൻ പറ്റും, വിനെ എഴുതാൻ പറ്റും. K1 K2 എന്ന് പറയുന്ന സ്കേലാറുകളുടെയും B1ലുള്ള U1 U2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് വി എന്നതിനെ എഴുതാൻ പറ്റും. അതായത് V = K1 U1 പ്ലസ് K2 U2 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വി എന്ന് പറയുന്നതിനെ
എന്തിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് V1 V2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പോവാണ്. വി എന്ന് പറയണതിന് V1, ഇപ്പോൾ വിന് നമ്മൾ U1 U2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് എഴുതിയത്. വി എന്ന് പറയണതിന് U1 U2ൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അതായത് ഓൾഡ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയത്. അതിന് നമ്മൾ ന്യൂ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്യാണ്, മാറ്റുകയാണ്. അതിനെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ 2ൽ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ 1ന് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് V = K1 × U1ന് പകരം മുകളിലുള്ള AV1 + BV2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ K2 × U2ന് പകരം CV1 + DV2ന് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, V = അത് എക്സ്പാൻഡ് ചെയ്താൽ K1A + K2C V1ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുക്കുന്നു. അതുപോലെ K1B + K2D V2 കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുക്കുന്നു. അതായത് വിനെ നമ്മൾ V1ൻ്റെയും V2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എന്ത് ചെയ്തു, എഴുതിയിരിക്കുകയാണ്. V1ൻ്റെയും V2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് ആരെഴുതി, വിയെ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റി, വിനെ V1ൻ്റെയും V2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അവിടെ ബേസിസ് എന്തായിട്ട് മാറി, V1ഉം V2 എവിടെ ഉള്ളതാ, V1ഉം V2 ബിയിലുള്ളതാണ്. അവിടെ ബേസിസ് എന്തായിട്ട് മാറി, ബി ആയിട്ട് മാറി. വി കോർഡിനേറ്റ് വെക്ടർ ഫോർ വി റിലേറ്റീവ് ടു ബി ആയി. കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു എന്തായി, ബി ആയി. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, നമ്മുടെ സ്കേലാറുകളല്ലേ നമ്മൾ എഴുതാറ്. കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ബി എന്ന് പറയുമ്പോൾ സ്കേലാറുകൾ, ഫസ്റ്റത്തെ സ്കേലാർ ഏതാ, K1A + K2C. രണ്ടാമത്തെ സ്കേലാർ ഏതാ, K1B + K2D അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ K1A + K1B + K2Dനെ നമുക്ക് ABCD എന്ന് പറയുന്ന ഒരു മെട്രിക്സും K1 K2 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സുമായിട്ട് പ്രൊഡക്റ്റായിട്ട് എഴുതാം. അത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് എന്തിനായിരിക്കും, K1A + K2Cയും അതുപോലെ K1B + K2D ആയിരിക്കും. ACBD എന്ന് പറയുന്ന മെട്രിക്സിനും K1 K2 എന്ന് പറയുന്ന കോളം മെട്രിക്സിനും ഇൻറ്റു ചെയ്താൽ കിട്ടുക. അപ്പോൾ ACBD ഇൻറ്റു എന്താണ്, K1 K2 എന്ന് പറഞ്ഞാൽ എന്താ, K1 K2 എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1 ആണ്. കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1 ആണ്. അതായത് നമുക്ക് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ബി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തതാണ്, ACBD എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1 കൊണ്ട് എന്ത് ചെയ്തു, ഇൻറ്റു ചെയ്തു. അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ബി എന്ന് പറഞ്ഞാൽ ന്യൂ ബേസ് ആയിട്ടുള്ള എന്താ കോർഡിനേറ്റ് വെക്ടർ. ഇവിടെയാണെങ്കിലോ വി കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1 എന്ന് പറയുന്നത് പഴയ ബേസിസ് ആയിട്ടുള്ള വെക്ടർ. അപ്പം എന്താ ചെയ്യുന്നത്, ഈ പി എന്ന് പറഞ്ഞാൽ ACBD എന്ന് പറയുന്ന എന്ത് ഒരു മെട്രിക്സ്. ആ മെട്രിക്സ് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ കോളംസ് AB എന്ന് പറയുന്ന കോളം, ഫസ്റ്റ് കോളം നോക്ക്, അതിലുള്ള AB. രണ്ടാമത്തെ കോളം നോക്ക്, CD. അപ്പോൾ കോളംസ് ഓഫ് പി ആർ കോർഡിനേറ്റ്സ് ഓഫ് ന്യൂ ബേസിസ് വെക്ടർ റിലേറ്റീവ് ടു ഓൾഡ് ബേസിസ്. എയും ബിയും നമ്മൾ എന്താ എടുത്തിരുന്നത്, ഒയും ബിയും എന്താ എടുത്തിരുന്നത്, ഇവിടെ നമ്മളിൽ എഴുതിയിട്ടുണ്ട്. AB എന്ന് പറഞ്ഞാൽ എന്താ, AB എന്ന് പറഞ്ഞാൽ എന്താണ്, കോർഡിനേറ്റ്സ് ഓഫ് ന്യൂ ബേസിസ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ഓൾഡ് ബേസിസ് ആണ്. കോർഡിനേറ്റ്സ് ഓഫ് ന്യൂ ബേസിസ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ഓൾഡ് ബേസിസ് ആണെന്ത്, ABയും അതുപോലെ തന്നെ CDയും. അപ്പം നമുക്ക് വെക്ടറിൻ്റെ ബേസിസ് മാറ്റാൻ നമുക്ക് എളുപ്പമാണ്. രണ്ട് കാര്യങ്ങൾ കാണേണ്ടി വരും. രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ഓഫ് ന്യൂ ബേസിസ്
വെക്ടേഴ്സ് റിലേറ്റീവ് ടു ഓൾഡ് ബേസിസ് കാണാം. കോർഡിനേറ്റ്സ് ഓഫ് ന്യൂ ബേസിസ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ഓൾഡ് ബേസിസ് കാണാം. അങ്ങനെ ആ കാണുന്ന എന്തോ കോർഡിനേറ്റ്സ് ഓഫ് ന്യൂ വെക്ടേഴ്സിനെ നമ്മൾ എന്തായിട്ട് എഴുതുക, അത് കോളം വെക്ടേഴ്സ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് എഴുതുക. അതിനെന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക, കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു B1, അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ഓൾഡ് ബേസിസ്. കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ഓൾഡ് ബേസിനോണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ നമുക്ക് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ന്യൂ ബേസിസ് കിട്ടും. കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ന്യൂ ബേസിസ് കിട്ടും. അപ്പോൾ ഇത് ഒരു ഡയമെൻഷൻ 2 ആയിട്ടുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാത്തിനും എന്ത് ചെയ്യുക വരിക, n/n മെട്രിക്സ് ഡയമെൻഷൻ n ആകുമ്പോഴും ഇതേ കേസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക. അപ്പം എങ്ങനെയാണ് സൊല്യൂഷൻ ഓഫ് ചേഞ്ച് ഓഫ് ബേസിസ് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, if we change the basis for a vector space V from an old basis B1 to B new basis അല്ലേ, B1 എന്ന് പറയുന്ന ഓൾഡ് ബേസിസിൽ നിന്ന് ന്യൂ ബേസിസിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്, then for each vector V in V the new coordinate vector VB related to the old coordinate vector VB1 by the equation VB is equal to P into VB1 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി. അതിൽ ആ P കാണുക എന്ന് പറഞ്ഞാൽ U1B U2B എക്സെട്ര UNB, അതായത് U1 U2 U3 ഒക്കെ ഏതിൻ്റെയാണ് ഓൾഡ് ബേസിസിൻ്റെ. U1 U2 U3 ഒക്കെ എന്താണ്, ഓൾഡ് ബേസിസിലെ വെക്ടേഴ്സാണ്. ഓൾഡ് ബേസിസ് വെക്ടേഴ്സിനെ റിലേറ്റീവ് ടു ന്യൂ ബേസിസ് ആക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ഓൾഡ് ബേസിസ് വെക്ടേഴ്സിനെ റിലേറ്റീവ് ടു ന്യൂ ബേസിസ് ആക്കിയിട്ടുള്ള എന്തെഴുതുക, നമ്മുടെ കോർഡിനേറ്റ് വെക്ടറുകൾ എഴുതുക. ആ കോർഡിനേറ്റ് വെക്ടറുകൾ ചേർത്തിട്ട് എന്തെഴുതുക, ഒരു മെട്രിക്സ് ഉണ്ടാക്കുക. ആ മെട്രിക്സിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക, VB1, അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ഓൾഡ് വെക്ടർ കൊണ്ട് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, കോർഡിനേറ്റ് വെക്ടർ ഓഫ് വി റിലേറ്റീവ് ടു ന്യൂ ബേസിസ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ആ മെട്രിക്സ് പീനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫ്രം B1 to B എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫ്രം B1 to B റിലേറ്റ് ചെയ്യുക എങ്ങനെയാവും, PB1 to B. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫ്രം B1 to B നെ PB1 to B എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ PB1 to B എങ്ങനെ എഴുതുക, ആ മെട്രിക്സ് എങ്ങനെ എഴുതുക, നമുക്ക് U1B എന്ന് പറയുന്ന എന്തുണ്ടാവും, കോർഡിനേറ്റ് വെക്ടർ ഉണ്ടാവും. U2B എന്ന് പറയുന്ന കോർഡിനേറ്റ് വെക്ടർ ഉണ്ടാവും. അങ്ങനെ UNB എന്ന് പറയുന്ന കോർഡിനേറ്റ് വെക്ടർ ഉണ്ടാവും. ആ കോർഡിനേറ്റ് വെക്ടറുകളും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മെട്രിക്സ് ആക്കി മാറ്റുക. അതിനെയാണ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്ന് വിളിക്കുക. നേരെ തിരിച്ചും വരാം. B to B1 എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫ്രം B to B1 ആണ്. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഫ്രം B to B1 എന്ന് പറയുമ്പോൾ നോക്കിയേ എന്താ സംഭവിക്കുന്നത്, B to B1 ആകുമ്പം എന്തായി, V1 ആയി. ഈ നേരത്തെ U1 ആവാനുള്ള കാരണം എന്തായിരുന്നു, B1 എലമെൻറ്റുകളാണ് ആര്, U1 U2 U3 എന്ന് പറയുന്നത്. ഇവിടെ Bയിലെ എലമെൻറ്റുകളാണ് V1 V2 V3 എക്സെട്ര Vn എന്ന് പറയുന്നത്. അപ്പം B to B1 ആകുമ്പം എന്താണ്, V1 V2 V3 എക്സെട്ര എന്നായി. അതുപോലെ കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് V1 വിത്ത് റെസ്പെക്ട് ടു B1, കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് B2 വിത്ത് ബേസിസ് B1, കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് Vn വിത്ത് ബേസിസ് B1 എന്നിങ്ങനെയുള്ള കോർഡിനേറ്റ് വെക്ടേഴ്സ് ചേർത്തിട്ട് ഒരു മെട്രിക്സ് ആക്കി മാറ്റാം. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് VB എന്ന് പറഞ്ഞാൽ PB1 to B, VB1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. VB1 അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് B1 കാണാൻ എന്ത് ചെയ്താൽ മതി, B to B1
കോർഡിനേറ്റ് വെക്ടർ ഓഫ് ബി കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനാണ് ഉണ്ടാവുക. നമുക്ക് ഈ തിയറം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. ഉദാഹരണം പറയുകയാണ്, ഫസ്റ്റ് പ്രോബ്ലം നോക്കിയേ. ഇവിടെ കൺസിഡർ ദ ബേസിസ് ബി എന്ന് പറയുന്ന ബേസിസ് v1 v2 v3, b1 എന്ന് പറയുന്ന ബേസിസ് u1 u2 u3 തന്നിട്ടുണ്ട്. ഫോർ r3യുടെ ബേസിസ് ആണ് ആര്, ബിയും b1. അങ്ങനെയാണെങ്കിൽ v1 എന്ന് പറയുന്ന വെക്ടർ വന്നിട്ടുണ്ട്, v2 എന്ന് പറയുന്ന വെക്ടർ വന്നിട്ടുണ്ട്, v3 എന്ന് പറയുന്ന വെക്ടർ വന്നിട്ടുണ്ട്, u1 എന്ന് പറയുന്ന വെക്ടർ വന്നിട്ടുണ്ട്, u2 വന്നിട്ടുണ്ട്, u3 വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു b1. ബിന്ന് b1ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കണം. അതുപോലെ b1 എന്ന് ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കണം. ബി ടു b1ഉം b1 എന്ന് ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കണം. പോരാത്തതിന് കമ്പ്യൂട്ട് കോർഡിനേറ്റ് വെക്ടർ WB, കോർഡിനേറ്റ് വെക്ടർ WB, അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റീവ് ടു B. കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റീവ് ടു B കാണണം. അവിടെ W എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്. പോരാത്തതിന് യൂസിങ് ദ ട്രാൻസിഷൻ മെട്രിക്സ് കമ്പ്യൂട്ട് WB1. ഈ ട്രാൻസിഷൻ മെട്രിക്സ് ഉപയോഗിച്ച് WB1 എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കും വേണം. ഓക്കെ, WB1 കണ്ടുപിടിക്കും വേണം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം B എന്ന് പറയുന്നത് ഓൾഡ് ബേസിസും B1 എന്ന് പറയുന്നത് ന്യൂ ബേസിസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ബി ടു B1 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, B എന്ന് പറയുന്ന ഓൾഡ് ബേസിസും B1 എന്ന് പറയുന്നത് ന്യൂ ബേസിസ് ആയിട്ട് എടുക്കുക. നേരെ തിരിച്ചാണെങ്കിൽ B1 ടു B കാണുമ്പോൾ എന്താവും, നമ്മൾ B1 ഓൾഡും B എന്ന് പറയുന്നത് എന്താക്കും, ന്യൂ ആക്കി മാറ്റും കേട്ടോ. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, B ഇസ് ഈക്വൽ ടു സെറ്റ് v1 v2 v3, B1 ഇസ് ഈക്വൽ ടു സെറ്റ് u1 u2 u3. ന്യൂ ബേസിസ് ആണ്, മറ്റേത് ഓൾഡ് ബേസിസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ഓൾഡ് ബേസിസ് വെക്ടേഴ്സ് v1 v2 v3 റിലേറ്റീവ് ടു ന്യൂ ബേസിസ് b1. ഓക്കെ, കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ഓൾഡ് ബേസിസ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ന്യൂ ബേസിസ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ഓൾഡ് ബേസിസ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ന്യൂ. ഓൾഡ് ബേസിസ് വെക്ടേഴ്സിനെ പുതിയ ബേസിസിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ ഓൾഡ് ബേസിസിലെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, ഇവിടെ B ആണ് ഓൾഡ് ബേസിസ്. അവിടെ v1 v2 v3 എന്ന് പറയുന്ന 3 ആൾക്കാരാണ് എന്ത്, ഓൾഡ് ബേസിലെ വെക്ടേഴ്സ്. അതിനെ നമ്മൾ പുതിയ ബേസിസ് ആയിട്ടുള്ള B1ലേക്ക് എന്ത് ചെയ്യാണ്, മാറ്റുകയാണ്. അപ്പം B1ൽ, അതായത് ഓൾഡ് ബേസിസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഫസ്റ്റുള്ള ആൾ v1 അല്ലേ. v1നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾഡ് ബേസിസ് വെക്ടർ ആയിട്ടുള്ള v1നെ നമ്മൾ ന്യൂ ബേസിസ് വെക്ടറിലേക്ക് മാറ്റുമ്പം എന്ത് ചെയ്യുന്നു, a1 u1 പ്ലസ് a2 u2 പ്ലസ് a3 u3 എന്ന് പറഞ്ഞിട്ടുള്ള ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. അതായത് v1 ഇസ് ഈക്വൽ ടു a1 u1 പ്ലസ് a2 u2 പ്ലസ് എക്സെട്ര a3 u3. അങ്ങനെയാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുന്നു നമ്മൾ. എങ്ങനെയാണ്, v1 എന്താണെന്ന് നമുക്കറിയാം, 2 1 1 ആണ്. പിന്നെ u1 u2 u3 എന്താണെന്ന് അറിയാം, അത് എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2 1 1 ഇസ് ഈക്വൽ ടു 3a1 പ്ലസ് a2 മൈനസ് a3. രണ്ടാമത്തെ എലമെൻറ്റ് a1 പ്ലസ് a2 മൈനസ് 0 ആണ്, അപ്പോൾ a1 പ്ലസ് a2 ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ എലമെൻറ്റ് 5a1 മൈനസ് 3a2 പ്ലസ് 2a3 എന്ന് കിട്ടും. അതായത് 3a1 പ്ലസ് a2 മൈനസ് a3 ഇസ് ഈക്വൽ ടു 2. അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ഈക്വൽ അല്ലേ. അതായത് 3a1 പ്ലസ് a2 മൈനസ് a3 എന്ന് പറഞ്ഞാൽ 2 ആണ്. a1 പ്ലസ് a2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതുപോലെ മൈനസ് 5a1 മൈനസ് 3a2 പ്ലസ് 2a3 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അങ്ങനെയാണ് 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷനും കൂടി നമ്മൾ സോൾവ് ചെയ്യാം. 3 ഇക്വേഷൻ പരസ്പരം സോൾവ് ചെയ്താൽ a1ൻ്റെ വാല്യൂ, a2ൻ്റെ വാല്യൂ, a3ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. a1 a2 a3 എന്ന് പറയുന്നത് 3 മൈനസ് 2 5 ആണ്. അതായത് 3 മൈനസ് 2 5. 3 മൈനസ് 2 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്, v1 b1 ആണ് കിട്ടിയത്. ഓക്കെ, v1 b1 എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് വെക്ടർ ഓഫ് v1 റിലേറ്റീവ് ടു b1. കോർഡിനേറ്റ് വെക്ടർ ഓഫ് v1 റിലേറ്റീവ് ടു b1. അതായത് b1 എന്ന് പറയുന്ന പുതിയ ബേസിസിനെ ബേസ് ചെയ്തുകൊണ്ട് പഴയ ബേസിസിലെ കോർഡിനേറ്റ് വെക്ടർ നമ്മൾ എന്ത് ചെയ്തു,
കണ്ടുപിടിച്ചു ഫസ്റ്റത്തത്. അപ്പോൾ V1 കണ്ട പോലെ ഇനി എന്താ ചെയ്യണം, V2 B1 കാണണം, അതുപോലെ V3 B1 എന്ത് ചെയ്യണം, നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ V2 B1 കാണാൻ നമ്മൾ V2നെ എന്തിൻ്റെ, B1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. V2 B1 കാണാൻ V2നെ B1ൻ്റെ എന്ത് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. V2ന് B1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ P1ലെ എലമെൻറ്റുകളാണ് U1 U2 U3. V2 U1 U2 U3യുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. B1 B2 B3 എന്ന് പറയുന്ന ഒരു സ്കേലാറുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ V2ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 - 1 1 ആണ് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതുപോലെ U1 U2 U3 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് 3 എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 - 1 1. ഇനി എക്സ്പാൻഡ് ചെയ്താൽ 3B1 + B2 - B3 എന്ന് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. B1 + B2 എന്ന് സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. -5B1 - 3B2 + 2B3 എന്ന് മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടും. അപ്പം കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ഈക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3B1 + B2 - B3 = 2 എന്ന് കിട്ടും. B1 + B2 = -1 എന്ന് കിട്ടും. -5B1 - 3B2 + 2B3 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അങ്ങനെ 3 ഇക്വേഷനുകൾ ഇക്വേറ്റ് ചെയ്താൽ B1 = 2, B2 = -3, B3 = 1 എന്ന് കിട്ടും. അതായത് V2B B1 = 2 - 3 1. അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് V2 റിലേറ്റീവ് ടു B1. അതായത് പുതിയ ബേസിസിനനുസരിച്ച് പഴയ ബേസിലെ എലമെൻറ്റുകളുടെ കോർഡിനേറ്റ് വെക്ടറുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, എഴുതുകയാണ്. അപ്പോൾ പഴയ ബേസിൽ ഒരു എലമെൻറ്റും കൂടി ഉണ്ട് V3. അതിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, B1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. B1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ V3 എന്താണെന്നും U1 എന്താണെന്നും U2 എന്താണെന്നും U3 എന്താണെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി അത് ഇക്വേറ്റ് ചെയ്യുന്നു. അത് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, C1 C2 C3 കാണുന്നു. അതായത് V3 B1 എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് V3 റിലേറ്റീവ് ടു B1. അങ്ങനെ 3 എണ്ണം കണ്ടുപിടിച്ചു അല്ലേ. അതായത് V1 B1 കോർഡിനേറ്റ് വെക്ടർ ഓഫ് V1 റിലേറ്റീവ് ടു B1, V2 B2 കോർഡിനേറ്റ് വെക്ടർ ഓഫ് V2 റിലേറ്റീവ് ടു B1, കോർഡിനേറ്റ് വെക്ടർ ഓഫ് V3 റിലേറ്റീവ് ടു B1. അതായത് പുതിയ ബേസിസ് അനുസരിച്ച് പഴയ ബേസിസിലുള്ള എലമെൻറ്റുകളുടെ കോർഡിനേറ്റ് വെക്ടറുകൾ എന്ത് ചെയ്യുക, കാണുക. പുതിയ ബേസിസ് അനുസരിച്ച് പഴയ ബേസിസിലുള്ള എലമെൻറ്റുകളുടെ കോർഡിനേറ്റ് വെക്ടറുകൾ കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ 3 വെക്ടേഴ്സും കൂടി ചേർത്ത് വെച്ചൊരു മെട്രിക്സ് ആക്കി എഴുതിയാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷൻ മെട്രിക്സ് എഴുതാൻ പറ്റും. ട്രാൻസിഷൻ മെട്രിക്സ് എഴുതുന്നു. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1. B-ന്ന് B1ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ എഴുതുന്നു. ഫസ്റ്റത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം ചേർത്ത് വെക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, മെട്രിക്സ് എഴുതുന്നു. അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ കാണാനുള്ളത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B ആണ്. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B എന്ന് പറയുമ്പം നമ്മൾ നേരെ ചെയ്യുന്നത് മാറ്റുന്നു. എന്താക്കുന്നു, B1 to B എന്ന് പറയുമ്പം B1 എന്ത് ഓൾഡ് ബേസിസ് ആയിട്ടും ബീനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, ന്യൂ ബേസിസ് ആയിട്ട് എടുക്കും. നേരത്തെ B to B1 ആയപ്പോൾ നമ്മൾ എന്തായിരുന്നു, ബീന് ഓൾഡും B1 ന്യൂ ആയിട്ട് എടുത്തു. ഇവിടെ B1 to B ആകുമ്പം B1 ഓൾഡും B എന്തായിട്ട് എടുക്കും, ന്യൂ ആയിട്ട് എടുക്കും. ആദ്യം എഴുതുന്നത് പഴയതും രണ്ടാമത് എഴുതുന്നത് പുതിയതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം. നേരത്തെ പോലെ തന്നെ കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ഓൾഡ് ബേസിസ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ന്യൂ ബേസിസ്. പുതിയ ബേസിസ് അനുസരിച്ച് ഓൾഡ് ബേസിസ് വെക്ടേഴ്സിൻ്റെ എന്ത് കാണണം, കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം. അപ്പം
ഏതാണ് ഓൾഡ് ബേസിസിലെ വെക്ടേഴ്സ്? u1 u2 u3 u1 u2 u3ൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം വിത്ത് റിലേറ്റഡ് ടു ന്യൂ ബേസിസ്, അതായത് ബി ബേസ് ചെയ്തിട്ട് u1 u2 u3ൻ്റെ എന്ത് കാണണം? കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ അതിന് u1നെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. u1നെ v1 v2 v3യുടെ, അതായത് u1നെ പുതിയ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. u1 = a1 v1 + a2 v2 + a3 v3 എന്നെടുക്കുന്നു. ഇനി അതിൽ u1 എന്താണെന്ന് നമുക്കറിയാം, 3 1 -5 ആണ്. അതുപോലെ v1 v2 v3 എന്താണെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് അതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക. ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 2a1 + a2 + 2a2 + a3 = 3 എന്ന് കിട്ടും. a1 - a2 + 2a3 = 1 കിട്ടും. a1 + a2 + a3 = -5 കിട്ടും. ആ 3 ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ a1 കിട്ടും, a2 കിട്ടും, a3 കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? കോർഡിനേറ്റ് വെക്ടർ ഓഫ് u1 റിലേറ്റീവ് ടു b. കോർഡിനേറ്റ് വെക്ടർ ഓഫ് u1 റിലേറ്റീവ് ടു b, അതായത് പുതിയ ബേസിസ് അനുസരിച്ച് പഴയ ബേസിസിലെ എലമെൻറ്റുകളുടെ കോർഡിനേറ്റ് വെക്ടറുകൾ എഴുതാം. ഇനി അടുത്ത പഴയ ബേസിൽ രണ്ടാമത്തെ എലമെൻ്റ് ആണ് ആര്? u2. അപ്പോൾ u2നെ പുതിയ ബേസിസ് എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. അതായത് b1 v1 + b2 v2 + b3 v3. ഇനി എന്ത് ചെയ്യുന്നു? ആ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതിന് u2നും അതുപോലെ v1നും v2നും v3ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2b1 + 2b2 + b3 = 1, b1 - b2 + 2b3 = 1, b1 + b2 + b3 = -3 എന്ന് കിട്ടും. ആ 3 ഇക്വേഷൻസ് പരസ്പരം സോൾവ് ചെയ്താൽ b1 കിട്ടും, b2 കിട്ടും, b3 കിട്ടും. b1 b2 b3 കിട്ടിക്കഴിഞ്ഞാൽ u2 കോർഡിനേറ്റ് വെക്ടർ ഓഫ് u2 റിലേറ്റീവ് ടു b കിട്ടും അല്ലേ? ഓൾഡ് ബേസിസിലെ രണ്ടാമത്തെ വെക്ടറിനെ കോർഡിനേറ്റ് വെക്ടർ കിട്ടുന്നു റിലേറ്റീവ് ടു ന്യൂ ബേസിസ്. അതുപോലെ ഓൾഡ് ബേസിസിലെ മൂന്നാമത്തെ വെക്ടറിനെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ന്യൂ ബേസിസ് ആയിട്ട് എഴുതുന്നു. അതിലും ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. u3നെ -1 0 2 എന്നുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. v1ന് 2 1 1ഉം v2 2 -1 1ഉം v3 1 2 1ഉം ആണെന്ന് നമുക്ക് അറിയുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും c1 c2 c3 കിട്ടും. അപ്പം u3 അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് u3 റിലേറ്റീവ് ടു b നമുക്ക് കിട്ടും. എന്താണ്? -13/2 7/2 5 എന്ന് കിട്ടും. അപ്പം നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ഓൾഡ് ബേസിസ് വെക്ടേഴ്സ് u1 u2 u3 റിലേറ്റീവ് ടു ന്യൂ ബേസിസ് b കിട്ടി. അതായത് u1b കോർഡിനേറ്റ് വെക്ടർ ഓഫ് u1 റിലേറ്റീവ് ടു b, അല്ലെങ്കിൽ കോർഡിനേറ്റ് വെക്ടറിന് നമ്മളിവിടെ മെട്രിക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് u1 റിലേറ്റീവ് ടു b, കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് u2 റിലേറ്റീവ് ടു b, കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് u3 റിലേറ്റീവ് ടു b എന്ന് പറയാം. അങ്ങനെ 3 കിട്ടി. ആ 3 കൂടി ചേർത്ത് എഴുതിയാൽ എന്തായി? നമുക്ക് 3 കൂടി ചേർത്ത് എഴുതിയാൽ എന്തായി? ട്രാൻസിഷൻ മെട്രിക്സ് b1 to b, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം b1 to b, b1 നിന്ന് ബിയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ u1b u2b u3b എന്നിവ എന്ത് കോളം വെക്ടേഴ്സ് ആയിട്ടുള്ള കോളംസ് ആയിട്ടുള്ള എന്തെഴുതുന്നു? മെട്രിക്സ് എഴുതുന്നു. അതാണ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം b1 to b. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം b1 to b എന്ന് പറയുന്ന രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ക്വസ്റ്റ്യൻ ആൻസറാണ്. സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? കമ്പ്യൂട്ട് കോർഡിനേറ്റ് വെക്ടർ WB വേർ W എന്നിട്ടുണ്ട്. അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കാണാം. അതിനെന്ത് ചെയ്യുക? WB1 ട്രാൻസിഷൻ മെട്രിക്സ് കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്ന കോർഡിനേറ്റ് വെക്ടർ അല്ലേ? WB കാണാനാണ് പറഞ്ഞത്. WB കാണാമെന്ന് പറഞ്ഞാൽ W = ബിയിലുള്ള എലമെൻറ്റ് v1 v2 v3 അല്ലേ? അതായത്
WB കാണാൻ W എന്ന് പറയുന്ന എലമെൻറ്റിനെ എന്തായിട്ട് ബിയിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. ബിയിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ V1 V2 V3. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? W = K1 V1 K2 V2 K3 V3. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് തന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതൊക്കെയാണ്? ഡബ്ല്യുവിൻ്റെ വാല്യൂ -5 8 -5 എന്ന് കിട്ടും. V1 2 1 1 V2 2 -1 1 V3 1 2 1 എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2K1 + 2K2 + K3 = -5 എന്ന് കിട്ടും. K1 - K2 + 2K3 = 8 കിട്ടും. K1 + K2 + K3 = -5 കിട്ടും. ആ മൂന്നും കൂടി ഇക്വേറ്റ് ചെയ്താൽ K1ൻ്റെ വാല്യൂ 9, K2ൻ്റെ വാല്യൂ -9, K3ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റീവ് ടു B എന്ന് നമുക്ക് കിട്ടും. 9 -9 -5 എന്ന് കിട്ടും അല്ലേ? അതായത് നമുക്ക് കാണേണ്ടത് എന്താണ്? WV1, അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് W വിത്ത് റിലേറ്റീവ് ടു B1 ന്യൂ ബേസിസിന് റിലേറ്റ് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് വെക്ടർ കാണണം. ന്യൂ ബേസിന് റിലേറ്റ് ചെയ്തുകൊണ്ട് കോർഡിനേറ്റ് വെക്ടർ കാണാൻ, WV1 കാണാൻ എന്തു ചെയ്താൽ മതി? നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1നെ എന്തുകൊണ്ട് ഇൻഡ് ചെയ്താൽ മതി? കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റീവ് ടു ബീനെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻഡ് ചെയ്താൽ മതി. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഏതാണ്? 3 - 2 5, 2 - 3 1, 5/2 - 1/2 6. അത് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എന്തുകൊണ്ട് ഇൻഡ് ചെയ്താൽ മതി? WB ആയിട്ടുള്ള 9 -9 -5 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻഡ് ചെയ്താൽ WB1 കിട്ടും. ഇൻഡ് ചെയ്യാൻ നിങ്ങൾ മെട്രിക്സ് ഇൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. റോകളെ കോളംസ് കൊണ്ട് ഇൻഡ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പം 3 × 9 27, 2 × -9 -18, 5/2 × -5 -25/2 എന്നൊക്കെ കിട്ടും. ആൻസർ -7/2 23/2 6 എന്ന് കിട്ടും. അതാണ് എന്ത് കിട്ടുക? ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് W വിത്ത് റെസ്പെക്ട് ടു ന്യൂ ബേസിസ് B1. ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് W വിത്ത് റെസ്പെക്ട് ടു ന്യൂ ബേസിസ് B1. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം ഇതുപോലെയുള്ള സെയിം പ്രോബ്ലം തന്നെയാണ്, കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിൽ തന്നിട്ടുണ്ട് കൺസിഡർ ദ ബേസിസ് ബി എന്ന് പറഞ്ഞ ബേസ് തന്നിട്ടുണ്ട്. P1 P2, B1 എന്ന് പറഞ്ഞ ബേസ് തന്നിട്ടുണ്ട്. Q1 Q2. അതിൽ P1 എന്താണ്, P2 എന്താണ്, Q1 എന്താണ്, Q2 എന്താണ് എന്ന് തന്നിട്ടുണ്ട്. വെക്ടേഴ്സ്. ഓക്കെ, നേരത്തെ തന്നിട്ടുള്ള പോലെ തന്നെ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. P1 P2 Q1 Q2 എന്ന് പറഞ്ഞ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അടുത്ത ഇതുപോലെ തന്നെ ഫൈൻ ട്രാൻസിഷൻ മെട്രിക്സ് B to B1 കാണണം. ട്രാൻസിഷൻ മെട്രിക്സ് B1 to B കാണണം. കോർഡിനേറ്റ് വെക്ടർ PB കാണണം. P = -4 + x ആണെങ്കിൽ ഈ ട്രാൻസിഷൻ മെട്രിക്സ് ഉപയോഗിച്ച് PB1 കാണണം. അപ്പോൾ ചെയ്ത് അതേപോലെ തന്നെയാണ്. ഓക്കെ, അതായത് P1 P2 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കാണാനുള്ളത് B to B1 അല്ലേ? ട്രാൻസിഷൻ മെട്രിക്സ് B to B1 കാണാനുള്ളത്. അപ്പം നമ്മൾ ആദ്യം ബീനെ ഓൾഡ് ബേസിസും B1നെ ന്യൂ ബേസിസും ആയിട്ട് എടുക്കുന്നു. B to B1 ആയതുകൊണ്ട് B ഓൾഡ് B1 ന്യൂ. ഇനി എന്ത് ചെയ്യണം? കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ഓൾഡ് ബേസിസ് വെക്ടർ റിലേറ്റീവ് ടു ന്യൂ ബേസിസ് വെക്ടർ അല്ലേ? ഓൾഡ് ബേസിസ് വെക്ടറുകളുടെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം റിലേറ്റീവ് ടു ന്യൂ ബേസിസ്. അപ്പം ഓൾഡ് ബേസിസ് വെക്ടേഴ്സ് ആയിട്ടുള്ള P1 P2ൻ്റെ എന്ത് കോർഡിനേറ്റ് വെക്ടേഴ്സാണ് കാണേണ്ടത് റിലേറ്റീവ് ടു ന്യൂ ബേസിസ്. അപ്പോൾ അതിലുള്ള P1 P2നെ ആദ്യം P1നെ നമ്മൾ ന്യൂ ബേസിസ് ആയിട്ടുള്ള Q1 Q2ലെ ന്യൂ ബേസിൽ എലമെൻ്റ് ആയിട്ടുള്ള Q1 Q2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. അതായത് A1 Q1 + A2 Q2. അതായത് P1 = A1 Q1 + A2 Q2. അതിൽ അറിയുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 എന്ന് പറഞ്ഞാൽ 6 + 3x ആണെന്നും Q1 എന്ന് പറഞ്ഞാൽ 2 ആണെന്നും അതുപോലെ Q2 എന്ന് പറഞ്ഞാൽ 3 + 2x ആണെന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുന്നു.
അപ്പോൾ 6+3x ഈസ് ഈക്വൽ ടു 2a1 + 3a2 + 2ax2 എന്ന് കിട്ടും. അതായത് 2a1 + 3a2 എന്ന് പറയുന്നത് എന്താണ് 6 ആണെന്നും 2ax എന്ന് പറഞ്ഞാൽ 3x ആകുമ്പോൾ 2ax = 3x ആകുമ്പോൾ 2a = എന്താണ് 3 ആണെന്ന് കിട്ടും. അതായത് ആ ഇക്വേഷൻസ് പരസ്പരം എന്ത് ചെയ്യുക, സോൾവ് ചെയ്താൽ മതി. 6 + 3x ആണ്, 2a1 + 3a2 + 2ax ആണ്. അപ്പോൾ 6 എന്നുള്ളത് 2a1 + 3a2 എന്നുള്ളതും 2ax = 3x ആകുമ്പോൾ 2a = 3 ആണെന്നും കിട്ടും. അത് പരസ്പരം സോൾവ് ചെയ്താൽ a1 = 3/4, a2 = 3/2 എന്ന് കിട്ടും. a1 = 3/4, a2 = 3/2 എന്ന് കിട്ടിയാൽ നമ്മുടെ എന്തായി a1 a2 ആണ് നമ്മുടെ സ്കേലാറുകൾ. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് p1 റിലേറ്റീവ് ടു b1 നമുക്ക് കിട്ടി 3/4ഉം 3/2ഉം 3/4ഉം 3/2. ഇനി കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് എന്ത് കാണണം, കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് p2 റിലേറ്റീവ് ടു b1. കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് p2 റിലേറ്റീവ് ടു b1 കാണാൻ p2നെ b1ലെ എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. p2 = v1 q1 + b2 q2. അതിൽ p2 എന്ന് പറഞ്ഞാൽ 10 + 2x ആണെന്നും q1 എന്ന് പറഞ്ഞാൽ 2 ആണെന്നും q2 എന്ന് പറഞ്ഞാൽ 3 + 2x ആണെന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് എക്സ്പാൻഡ് ചെയ്യുന്നു. 10 + 2x 2b1 + 3b2 + 2bx എന്ന് പറയുന്നത് ഈക്വറ്റ് ചെയ്യുന്നു. അതായത് 2b1 + 3b2 എന്ന് പറഞ്ഞാൽ 10ഉം 2b2x = 2x ആകുമ്പോൾ 2b2 = 2 എന്നും കിട്ടും. അത് പരസ്പരം സോൾവ് ചെയ്താൽ b1 = 7/2ഉം b2 = എന്തും കിട്ടും, 1ഉം കിട്ടും. അപ്പം കോർഡിനേറ്റ് വെക്ടർ ഓഫ് p2 റിലേറ്റീവ് ടു b1 കിട്ടും. ഏത് 7/2ഉം 1ഉം. അതുപോലെ രണ്ടെണ്ണം തന്നെയല്ലേ ഉള്ളൂ. p1 p2 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സേ ഉള്ളൂ. അപ്പം അത് രണ്ടിൻ്റെയും കോർഡിനേറ്റ് വെക്ടേഴ്സ് കണ്ടു. കോർഡിനേറ്റ് വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അടുപ്പിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായിക്കോളും, നമ്മളെ ട്രാൻസിഷൻ മെട്രിക്സ് ആയിക്കോളും. ട്രാൻസിഷൻ മെട്രിക്സ് b to b1, ട്രാൻസിഷൻ മെട്രിക്സ് b to b1 എന്ന് പറഞ്ഞാൽ p1 b1നെയും p2 b1നെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കോളംസ് ആയിട്ടുള്ള മെട്രിക്സ് ആക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് b to b1 കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞത് ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് b1 to b ആണ്. ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് b1 to b ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ b1 to b ആയതുകൊണ്ട് b1നെ ഓൾഡ് ബേസിസും bനെ എന്തായിട്ട് ന്യൂ ബേസിസും ആയിട്ട് എടുക്കുന്നു. b1നെ ഓൾഡ് ബേസിസും bനെ എന്തായിട്ട് ന്യൂ ബേസിസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ b1ലുള്ള q1 q2നെ ഓൾഡ് ബേസിസിലെ വെക്ടേഴ്സിന് എന്ത് ചെയ്യണം, നമ്മൾ കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം. കോർഡിനേറ്റ് വെക്ടേഴ്സ് ഓഫ് ഓൾഡ് ബേസിസ് എലമെൻറ്റ്സ്, ഓൾഡ് ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം വിത്ത് ന്യൂ ബേസിസ് റിലേറ്റീവ് ടു ന്യൂ ബേസിസ് ബി ബേസ് ചെയ്തുകൊണ്ട് ഓൾഡ് ബേസിസിലെ വെക്ടേഴ്സിന് എന്ത് കാണണം, കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ഓൾഡ് ബേസിസ് എലമെൻറ്റ്സിനെ, അതായത് എന്താണ് q1 q2നെ നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ന്യൂ ബേസിസ് ആയിട്ട് എഴുതുന്നു. അതായത് q1 = a1 p1 + a2 p2. അതുപോലെ q2 ഇതുപോലെ തന്നെ എഴുതണം. ആദ്യം q1 എഴുതുന്നു. q1 = a1 p1 + a2 p2ൽ q1 എന്ന് പറഞ്ഞാൽ 2 ആണെന്നും p1 ആണ് 6 + 3x ആണെന്നും p2 എന്ന് പറഞ്ഞാൽ 10 + 2x ആണെന്നും നമുക്കറിയാം. അത് ഇക്വേറ്റ് ചെയ്യുന്നു. 2 = 6a1 + 10a2 + 3a1 + 2a2x അല്ലേ. അതായത് 6a1 + 10a2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. 6a1 + 10a2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3a1 + 2a2 എന്ന് പറഞ്ഞാൽ 0 ആണെന്നും കിട്ടും. അത് പരസ്പരം നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ a1 = -2/9 a2 = 1/3 കിട്ടും. അപ്പോൾ a1 എത്രയും കിട്ടിയ സ്കേലാറുകളായി കഴിഞ്ഞു. സ്കേലാറുകളായാൽ നമ്മൾ കോർഡിനേറ്റ് വെക്ടർ ഓഫ് q1 റിലേറ്റീവ് ടു b കിട്ടും. കോർഡിനേറ്റ് വെക്ടർ ഓഫ് q1 റിലേറ്റീവ് ടു b -2/9 1/3 എന്നും കിട്ടി. അതുപോലെ കോർഡിനേറ്റ് വെക്ടർ ഓഫ് q2
കോർഡിനേറ്റ് വെക്ടർ ഓഫ് Q2 റിലേറ്റീവ് ടു ബി കാണാൻ Q2നെ നമ്മൾ ബിയിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നു. Q2നെ ബിയിലുള്ള എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ B1 P1 പ്ലസ് B2 P2 എന്ന് കിട്ടും. അതിൽ P1ൻ്റെ വാല്യൂ Q2ൻ്റെ വാല്യൂ 3 + 2x എന്നും അതുപോലെ P1ൻ്റെ വാല്യൂ 6 + 3x എന്നും P2ൻ്റെ വാല്യൂ 10 + 2x എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് ഈക്വേറ്റ് ചെയ്യുന്നു. അപ്പം 3 + 2x = 6B1 + 10B2 3B1 + 2B2x എന്നും കിട്ടും. അതായത് 6B1 + 10B2 = 3യും 3B1 + 2B2 എന്ന് പറയുന്നത് 2 ആയിട്ട് കിട്ടും. അത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ B1 = 7/9 B2 = -1/6 എന്ന് കിട്ടും. അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് Q2 റിലേറ്റീവ് ടു B എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ട്രാൻസിഷൻ മെട്രിക്സ് ആണ് എഴുതേണ്ടത്. ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് B1 to B. ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് ഫ്രം B1 to B. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B എന്നിങ്ങനെ എഴുതുക. അതായത് Q1Bയും Q2Bയും ചേർത്തിട്ടുള്ള മെട്രിക്സ് എഴുതാൽ മതി. Q1B എന്ന് പറയുമ്പോൾ -2/9 1/3 എന്ന് പറയുന്ന കോളം മെട്രിക്സ്. Q2B എന്ന് പറയുമ്പോൾ 7/9 -1/6 എന്ന് പറയുന്ന കോളം മെട്രിക്സ്. രണ്ടും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്തു? ട്രാൻസിഷൻ മെട്രിക്സ് എഴുതി. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എയും ബിയും കണ്ടു കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് കോർഡിനേറ്റ് വെക്ടർ PB. കോർഡിനേറ്റ് വെക്ടർ PB കാണാനാണ് പറഞ്ഞത്. P എന്ന് പറഞ്ഞത് എന്താണെന്ന് തന്നിട്ടുണ്ട്. PB കാണണം, പിന്നെ PB1 കാണണം. അപ്പോൾ PB കാണുകയാണ് ആദ്യം. കോർഡിനേറ്റ് വെക്ടർ ഓഫ് P റിലേറ്റീവ് ടു B അല്ലേ? കോർഡിനേറ്റ് വെക്ടർ ഓഫ് P റിലേറ്റീവ് ടു B. അപ്പോൾ കോർഡിനേറ്റ് വെക്ടർ ഓഫ് P റിലേറ്റീവ് ടു B എന്ന് പറയുമ്പം P = ലീനിയർ കോമ്പിനേഷൻ ഓഫ് എന്തായിട്ട് എഴുതും? റിലേറ്റീവ് ടു B അല്ലേ? റിലേറ്റീവ് ടു B ആകുമ്പോൾ ബിയിലുള്ള എലമെൻറ്റുകളാണ് P1ഉം P2. ബിയിലുള്ള എലമെൻറ്റുകളാണ് P1ഉം P2. അപ്പോൾ P1ഉം P2നും ലീനിയർ കോമ്പിനേഷനായിട്ട് ആരെഴുതുന്നു? Pനെ എഴുതുന്നു. P = C1 P1 + C2 P2. P എന്താണെന്ന് നമുക്കറിയാം. -4 + x ആണെന്ന് തന്നിട്ടുണ്ട്. P1 നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. P2 എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് സിംപ്ലിഫൈ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -4 + x = 6C1 + 10C2 3C1 + 2C2 x എന്ന് കിട്ടും. അതായത് 6C1 + 10C2 = -4 ആണ്. 3C1 + 2C2 = 1 ആണെന്നും കിട്ടും. അത് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ C1 = 1 C2 = -1 കിട്ടും. അപ്പം കോർഡിനേറ്റ് വെക്ടർ ഓഫ് P വിത്ത് ബേസിസ് അല്ലെങ്കിൽ വിത്ത് റിലേറ്റീവ് ടു B എന്ന് കിട്ടിയാൽ 1 - 1 ആണ്. 1 - 1 നമുക്ക് കോർഡിനേറ്റ് വെക്ടർ ഓഫ് P റിലേറ്റീവ് ടു B1 വിത്ത് ന്യൂ ബേസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പം ട്രാൻസിഷൻ മെട്രിക്സ് B ഫ്രം B to B1. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1നെ കോർഡിനേറ്റ് വെക്ടർ ഓഫ് B റിലേറ്റീവ് ടു ബീനെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. ട്രാൻസിഷൻ മെട്രിക്സ് ഓഫ് B to B1 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അതിനെ കോർഡിനേറ്റ് വെക്ടർ ഓഫ് P റിലേറ്റീവ് ടു ബീനെ കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അത് ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ -11/4 1/2 എന്നായിരിക്കും. അപ്പോൾ അത് എന്തായിരിക്കും? നമ്മുടെ കോർഡിനേറ്റ് വെക്ടർ കിട്ടും വിത്ത് ന്യൂ ബേസിസ്. പഴയ ബേസിസ് ആയിട്ടുള്ള ബീനെ ഒഴിവാക്കിയിട്ട് മാറ്റിയിട്ട് പുതിയ ബേസിസ് ആയിട്ടുള്ള B1 വരുമ്പം അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.